നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരിയിൽ ഉൾപ്പെടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ചെലവിന്റെ പേരിൽ ആർക്കും ചികിത്സ കിട്ടാതെ പോകാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി. ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി പട്ടാമ്പി നഗരസഭ പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. 86.46 കോടിയുടെ ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. പുതിയ KSRTC ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നതിന് 3 കോടി ബജറ്റിൽ വകയിരുത്തി. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. കുടിവെള്ളമില്ല. മങ്കട ചേരിയമ്മല ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വെള്ളമെത്തിക്കുന്നത് 1/2 കിലോമീറ്ററോളം മലഞ്ചെരിവ് താണ്ടി തലച്ചുമടായി. കോളനിയിൽ 2 കുഴൽക്കിണറുണ്ടായിട്ടും വേനലിൽ വെള്ളമില്ല. തെങ്കര പുഞ്ചക്കോടും കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി ഒറ്റപ്പാലത്തും വിതരണം ചെയ്തു. 10 കിലോ തൂക്കം വരുന്ന 1000 ചാക്ക് അരിയാണ് ഒറ്റപ്പാലത്ത് എത്തിച്ചത്. അരി വിതരണത്തെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കണമെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. വിശദമായ വാർത്തകൾ നോക്കാം. ഉയർന്ന ചെലവിന്റെ പേരിൽ ആർക്കും ചികിത്സ കിട്ടാതെ പോകാൻ പാടില്ലെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെർപ്പുളശ്ശേരിയിൽ ഉൾപ്പെടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിൽ പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചെർപ്പുളശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ 1,79 ലക്ഷം രൂപ ചെലവിലാണ് ഐസൊലേഷൻ വാർഡ് കെട്ടിടം നിർമ്മിച്ചത്. കിഫ്ബിയിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും സംയുക്തമായി 1,79 ലക്ഷം രൂപ ചെലവിലാണ് ചെർപ്പുളശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി 10 രോഗികൾക്ക് പ്രത്യേക പരിചരണം നൽകാനുള്ള സൗകര്യമാണ് ഐസൊലേഷൻ വാർഡിൽ ഒരുക്കിയിരിക്കുന്നത്. അപൂർവ രോഗ ചികിത്സാ സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിർമ്മിച്ച ഐസൊലേഷൻ വാർഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെയാണ് നിർവഹിച്ചത്. ഉയർന്ന ചെലവിന്റെ പേരിൽ ആർക്കും ചികിത്സ കിട്ടാതെ പോകാൻ പാടില്ലെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നഗരങ്ങളിലെ സാധാരണഗതിയിൽ ജീവിത ചെലവ് താരതമ്യേന കൂടുതലാണ്. ആരോഗ്യ സേവനങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് അവസ്ഥ. ഉയർന്ന ചെലവിൻ്റെ പേരിൽ ആർക്കും ചികിത്സ പ്രാപ്യമാകാതെ പോകരുത്. ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ സൗജന്യവും സമഗ്രവുമായ ചികിത്സ ലഭ്യമാക്കാനായി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുക. ഇവിടെയുള്ള ഓരോ നിയോജക മണ്ഡലത്തിലും ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളോടുകൂടിയ 10 കിടക്കുകളുള്ള ഐസൊലേഷൻ വാർഡ് ഒരുക്കാനുള്ള പദ്ധതി നേരത്തെ തയ്യാറാക്കി. കഴിഞ്ഞ വർഷം 10 ഐസൊലേഷൻ വാർഡുകളുടെ ഉദ്ഘാടനം നടന്നിരുന്നു. ഇപ്പോൾ 37 ഐസൊലേഷൻ വാർഡുകൾ കൂടി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടി P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അഭിമാനകരമായ ഒരു അനുഭവമാണ് ഈ കേരളത്തിലെ കുറച്ചു കാലമായി ആരോഗ്യരംഗത്ത് നടക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അവസരങ്ങൾ കൂടി ലഭ്യമാകുന്ന ആ അവസരം ഉപയോഗപ്പെടുത്തി ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തി മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളെയും സംഘടനകളെയും മറ്റ് സമൂഹത്തിലെ ആളുകളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധ്യമായ വിധത്തിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തുന്ന കൂട്ടത്തിൽ ഒരു പറയാറുണ്ടല്ലോ, ഒരു പണം തൂക്കം മുമ്പ് തന്നെയാണ് നമ്മുടെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രവും. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ C. കമലം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജ്, സെക്രട്ടറി VT പ്രിയ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT പ്രമീള തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ ആരോഗ്യരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി പട്ടാമ്പി നഗരസഭ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 86.46 കോടി രൂപയുടെ ബജറ്റാണ് വൈസ് ചെയർമാൻ TP ഷാജി അവതരിപ്പിച്ചത്.
86,46,62,690 രൂപ വരവും 77,63,64,406 രൂപ ചെലവും 8,82,98,284 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പട്ടാമ്പി നഗരസഭയിൽ അവതരിപ്പിച്ചത്. ഭവനരഹിതർക്ക് വീടുകളും ഫ്ളാറ്റുകളും ഉൾപ്പെടെ നിർമ്മിക്കാൻ 5 കോടി രൂപ വകയിരുത്തി. ഇതോടൊപ്പം 3 കോടി രൂപ ചെലവിൽ കുടിവെള്ള പദ്ധതിക്കും സമ്പൂർണ്ണ സോളാർ നഗരസഭയാക്കി മാറ്റുന്നതിന് 6.5 കോടിയും പുതിയ KSRTC ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നതിന് 3 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 2024-25 രണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങളായി, ഒന്ന് ചങ്ങരമംഗലം, ഒന്ന് കിഴായി എന്നീ 2 പ്രദേശങ്ങളിലായി 60 വീതം 120 ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 2 കോടി രൂപ അനുവദിക്കാൻ തീരുമാനമെടുത്തു. സാധാരണ നമ്മൾ ഈ വീട് റിപ്പയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ വർഷവും 30 അല്ലെങ്കിൽ 40 വീടുകൾക്കാണ് പരമാവധി വീട് റിപ്പയർ ഫണ്ട് അനുവദിക്കാറ്. KSRTC ബസ് സ്റ്റാൻഡ് പട്ടാമ്പി നിലവിലുണ്ടായി. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ കെട്ടിടം പുനരുദ്ധാരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കെട്ടിടം പൊളിച്ചത്. പിന്നീട് പല സമയങ്ങളിലായി റെയിൽവേയുടെ അനുമതിക്ക് വേണ്ടി ശ്രമിച്ച സമയത്ത് റെയിൽവേ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ആ ഒരു ബസ് സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ പ്രദേശത്തുള്ള നിരവധി ജീവനക്കാരും വിദ്യാർത്ഥികളും ആശ്രയിച്ചിരുന്ന KSRTC ബസ് സ്റ്റാൻഡ് അത് തിരികെ എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ അരി വിതരണത്തെ വിമർശിക്കുന്ന ഇടതുപക്ഷക്കാർ സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ ഒറ്റപ്പാലത്തെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിട്ടും നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ മോദി സർക്കാർ ചെയ്യുമ്പോൾ വിമർശിക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. വിമർശിക്കുന്നവർ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ സപ്ലൈകോയിലെ സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടിയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് CPM-ൻ്റെ അണികളും അതുപോലെ തന്നെ CPM-ൻ്റെ നേതാക്കളും തയ്യാറാവേണ്ടത്. കേരളത്തിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയല്ല, മോദി സർക്കാർ നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ വിമർശിക്കാനും അതിനെ തടയാനുള്ള നടപടിയല്ല സ്വീകരിക്കേണ്ടത്. കോൺഗ്രസിൻ്റെയും ആളുകളോട് ഞങ്ങൾക്ക് അതാ പറയാനുള്ളത്. 10 വർഷക്കാലം ഈ രാജ്യം 2004 മുതൽ 14 വരെ ഭരിച്ചതാണ്. ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകൾക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തവരെ ഇപ്പോൾ മോദി സർക്കാർ അത്തരം നടപടിയുമായിട്ട് വരുന്ന സമയത്ത് അതിനെ വിമർശിക്കാൻ തുടങ്ങുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന 29 രൂപയുടെ ഭാരത് അരിയുടെ വിതരണം ഒറ്റപ്പാലത്ത് പഴയ KCB ഓഫീസിന് സമീപമാണ് നടന്നത്. 10 കിലോ തൂക്കം വരുന്ന 1000 ചാക്ക് അരിയാണ് വിതരണം ചെയ്തത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മലയാളികളെ സംബന്ധിച്ചോളം ഏറ്റവും അവർ വിഷമം അനുഭവിക്കുന്ന ഒരു സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള അവർക്ക് സഹായകരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. സപ്ലൈകോവിനെ ആശ്രയിച്ച് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനായിട്ട് ആശ്രയിക്കുന്നുണ്ട്. ആ സമയത്താണ് സപ്ലൈകോ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് സപ്ലൈകോയിലുണ്ട്. അരി ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള 13ഓളം സാധനങ്ങൾ സപ്ലൈകോയിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ലഭ്യമല്ല. അതിന് പുറമെ ഇന്നലെ ഇടതു സർക്കാർ, പിണറായി സർക്കാർ സപ്ലൈകോ വഴി ലഭ്യമാവുന്ന സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ സമയത്താണ് മോദി സർക്കാരിൻ്റെ ഭാരത് റൈസ് മലയാളികൾക്ക് വളരെ ആശ്വാസകരമാവുന്ന രീതിയിൽ അവർക്ക് ഒരു കൈത്താങ്ങാവുന്ന നിലയിൽ വിപണനം തുടങ്ങിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ ഭാരത് റൈസിൻ്റെ വിൽപ്പന ആരംഭിച്ചു. ഇന്നലെ പാലക്കാട് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് 10 ടണ്ണോളം അരി സാധാരണക്കാരായ ആളുകൾക്ക് ചുരുങ്ങിയ വിലയ്ക്ക് കിലോന് 29 രൂപ വിലയ്ക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു. മധ്യമേഖലാ സെക്രട്ടറി ശങ്കരൻകുട്ടി, മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രമോദ് കുമാർ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള C. സുമേഷ്, A. സ്വരൂപ്, A. അനിത, K. പി. ജയന്തി, ഏരിയ പ്രസിഡന്റ് സുരേഷ് കോണിക്കൽ, P. മോഹൻദാസ്, P. രതീഷ്, CR രാജേഷ്, K. രാകേഷ് എന്നിവർ നേതൃത്വം നൽകി.
സംസ്ഥാന സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട തുക വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാർക്കും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത പ്രവണതയാണെങ്കിൽ അതിനെതിരെ തക്കമായ രീതിയിലുള്ള പ്രതികരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് അധ്യക്ഷനായി. കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തോടി, KG ബാബു, C കൊച്ചുനാരായണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിജോ വർഗീസ്, വിനീത തുടങ്ങിയവർ പങ്കെടുത്തു. കുടിവെള്ളം ലഭ്യമാവാത്തതിനെ തുടർന്ന് മങ്കട ചേരിയമ്മല ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. കോളനിയിലെ 2 കുഴൽക്കിണറുകളിൽ വേനലായാൽ വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് കുടുംബങ്ങളെ വലയ്ക്കുന്നത്. ചെങ്കുത്തായ ഭാഗത്തുകൂടി വെള്ളം തലച്ചുമടായി കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് ഗർഭിണികളായ സ്ത്രീകളടക്കമുള്ളവർക്ക്. 2015 പട്ടികവർഗ വകുപ്പ് മങ്കട ചേരിയമ്മലയിലെ വെട്ടിലാലയിൽ വീട് വെച്ച് താമസിപ്പിച്ച ആദിവാസി കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭ്യമാവാതെ വലയുന്നത്. കുടുംബങ്ങൾ ഇവിടേക്ക് താമസം മാറ്റിയതിനു ശേഷമാണ് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിച്ചത്. വീട് നൽകിയപ്പോൾ കുടിവെള്ളം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. എൻ്റെ ചെറിയ മക്കളും കുട്ടികളും മക്കളൊക്കെ ഇവിടെ പട്ടിണിയാ. താഴത്ത് കൊണ്ടുന്നാണ് ഏറ്റി കൊണ്ട് ഈ പള്ളയിലുള്ള പെണ്ണുങ്ങളെ കുഞ്ഞു കുട്ടികൾ ഏറ്റി കൊണ്ടിട്ടാണ് ഇവിടെ കുടിക്കുന്നത് വെള്ളം. എങ്ങനെ ഒരു ടാങ്ക് വെള്ളം കിട്ടിയ കാര്യമല്ല. ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ആവൂല. നിങ്ങൾ എന്തെങ്കിലും കണക്കായത് സർക്കാർ ഇങ്ങനെ കാട്ടാൻ ഞങ്ങൾക്ക് ഒരു തുള്ളി വിഷം തന്നാൽ മതി, വേറെ ഒന്നും തരണ്ട, വിഷം മാത്രം തന്നാൽ മതി. ഈ ചെറിയ കുട്ടികളും മക്കളും ഒക്കെ നടക്കുന്ന പിഞ്ചു കുട്ടികൾ ഇവിടെ അന്നം തിന്നാതെ വെക്കാതെ കുടിക്കാതെ ഇവിടെ ഒരുപാട് കുട്ടികൾ കിടക്കുന്നുണ്ട്. അരി കിട്ടി ഞങ്ങൾ വറുത്ത തിന്നുന്നത്. ഇങ്ങനെ എന്തൊരു ദുരിതമോ ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു കൂടുക? ഇവിടെ അരി കിട്ടിയ വലിയ കാര്യമുണ്ടോ? വറുത്ത് തിന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. പട്ടിണി. ഇന്നും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നും ഞങ്ങൾക്ക് പട്ടിണിയാണ് വെള്ളമില്ലായിട്ട്. എങ്ങനെ ഞങ്ങൾ ഇതിൽ കജ്ജുക? വെള്ളമില്ലാതെ എങ്ങനെ കജ്ജും? അരി ഉണ്ടായിട്ട് എന്ത് കാര്യം? നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ മങ്കട ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും 2 കുഴൽക്കിണറുകൾ നിർമ്മിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ കുഴൽക്കിണറിൽ വെള്ളം ലഭിക്കുമെങ്കിലും വേനൽ എത്തുമ്പോഴേക്കും ഈ കിണറിലെ വെള്ളം വറ്റി തുടങ്ങും. കോളനിയിൽ ഈ വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന 6 കുടുംബങ്ങളുണ്ട്. മഴക്കാലത്ത് കാട്ടരുവികളിലൂടെ വരുന്ന വെള്ളവും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ വേനലാകുന്നതോടെ എല്ലാ ജലസ്രോതസ്സുകളും വറ്റും. 1/2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ മലച്ചെരിവ് താണ്ടി വെള്ളം തലച്ചുമടായി കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് പിന്നീട്. അടുത്തിടെ പ്രസവിച്ച യുവതിയും ഗർഭിണികളായ 2 യുവതികളും അടങ്ങുന്ന ആദിവാസി സ്ത്രീകൾ തലച്ചുമടായി വെള്ളം കൊണ്ടുവന്നാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഒരു തുള്ളി എവിടെ ഞങ്ങൾ ഏറ്റിക്കൊണ്ടെങ്കിൽ താഴത്ത് പോയി ഏറ്റിക്കൊണ്ടണം. വേറെ എവിടെയെങ്കിലും മലയിലുണ്ടോ? മലയിലും ഇല്ല തുള്ളി വെള്ളം. പിന്നെ ഞങ്ങൾ എണ്ണ കൊണ്ടുവരാ അല്ലെങ്കിൽ പഞ്ചായത്ത് തരുമ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് വെള്ളം തന്നിട്ടൊന്നും കാര്യമില്ല. താങ്ങി കിട്ടിയ എന്ത് കാര്യം? വെള്ളം ഞങ്ങൾക്ക് കിട്ടണം എന്തായാലും വേണ്ടില്ല. വേറെ എവിടെ നിന്നും ഇല്ല കൊണ്ടുവരാനില്ലേ വെള്ളം. എത്ര നാളെ വെച്ചിട്ട് ഞങ്ങൾ ഏറ്റിക്കൊണ്ട് പോയി കൂടെ വെള്ളം കൊണ്ടുവന്ന് എത്ര കാലത്തിനുണ്ടാവുക? 2 വെക്കണ്ട. ഒന്നില്ലെങ്കിൽ കക്കൂസ് വേണം, പാത്രം മൂടണം, ഇതൊക്കെ ഞങ്ങൾക്ക് വെള്ളം വേണ്ടേ? കോളനിയിൽ സ്വന്തമായി കുടിവെള്ള പദ്ധതി കൊണ്ടുവരണമെന്ന് ദീർഘകാലത്തെ ആവശ്യത്തിന് പരിഹാരമായിട്ടില്ല. അതിനിടയിൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 500 ലിറ്റർ വീതമുള്ള ജലസംഭരണികൾ ഈ കുടുംബങ്ങൾക്ക് നൽകി. എന്നാൽ വെള്ളമില്ലാതെ ജലസംഭരണികൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ കുഴൽക്കിണറിലെ മോട്ടറിന് തകരാർ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും വെള്ളം വറ്റിയതാവാൻ സാധ്യതയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. അസ്കർ പറഞ്ഞു. തെങ്കര പഞ്ചായത്തിലെ പുഞ്ചക്കോട് ഭാഗത്ത് ശുദ്ധജലം മുടങ്ങിയിട്ട് ആഴ്ചകളായി. സ്കൂൾ, വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും നിരവധി വീട്ടുകാരും വെള്ളമില്ലാതെ ദുരിതത്തിലാണ്. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ നവീകരണ പ്രവൃത്തികൾക്കായി കുഴിയെടുത്തപ്പോൾ പൈപ്പ് പൊട്ടിയതാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. ഒരാഴ്ചയ്ക്ക് മേലെയായി പ്രദേശത്ത് വെള്ളം മുടങ്ങിയിട്ട്. പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന സ്ഥിതിയാണ് പലർക്കും. പൈപ്പ് കിട്ടാനില്ലാത്തതാണ് അറ്റകുറ്റപ്പണി വൈകാൻ കാരണമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു. അടിയന്തിരമായി ശുദ്ധജല വിതരണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു.
മണ്ണാർക്കാട് നഗരസഭ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന. ന്യൂ അൽമ ആശുപത്രിയുടെ ക്യാൻറ്റീൻ, റിറ്റ്സി മലബാർ ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത് പിഴയും ചുമത്തി. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്കാണ് സെക്രട്ടറി എം സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സംഘം മിന്നൽ പരിശോധന ആരംഭിച്ചത്. വൻകിട ഹോട്ടലുകളിലാണ് ആദ്യം എത്തിയത്. ഹോട്ടലുകളിലെ അടുക്കളകളിൽ വിശദമായ പരിശോധന നടത്തി. റിറ്റ്സി മലബാർ ഹോട്ടൽ, ന്യൂ അൽമ ആശുപത്രിയുടെ ക്യാൻറ്റീൻ എന്നിവിടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തതായും പിഴ ചുമത്തിയതായും സെക്രട്ടറി അറിയിച്ചു. പല ഹോട്ടലുകളും രാവിലെ തുറന്നിരുന്നില്ല. ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവയ്ക്ക് നോട്ടീസ് നൽകി. സെക്രട്ടറി എം സതീഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനൂപ് തോമസ്, വിമൽ പ്രശാന്ത്, പി സുനിൽ, DS ബിജു എന്നിവരാണ് പരിശോധന നടത്തിയത്. മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ജീവചരിത്ര പുസ്തകം പുറത്തിറങ്ങി. പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പുസ്തകം പ്രകാശനം ചെയ്തു. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ പുസ്തകം ഏറ്റുവാങ്ങി. രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാവുന്ന ഇക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുണ്ടെന്ന് A വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സൗമ്യ സാന്നിധ്യവും മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ജീവചരിത്ര പുസ്തകം പുറത്തിറങ്ങി. എഴുത്തുകാരിയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും കേരള നോളജ് എക്കണോമി മിഷൻ ഡയറക്ടറുമായ PS ശ്രീകളെയാണ് പാലോളി നിശബ്ദനായ വിപ്ലവകാരി എന്ന പേരിൽ പുസ്തകം എഴുതിയത്. പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പുസ്തകം പ്രകാശനം ചെയ്തു. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ പുസ്തകം ഏറ്റുവാങ്ങി. പാർട്ടിയുടെ ശരിയായ നിലപാടുകളിലൂടെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് A വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ ചത്തുരത്തിൻ്റെ നടുവിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നല്ല. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശരിയായ നിലയിൽ പാർട്ടിയെ നയിക്കുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, നല്ല പ്രയാസമുള്ള വിഷയം. അവിടെയാണ് പാലോളി ഏറ്റവും വ്യത്യസ്തനാവുന്നതെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ ഏറ്റവും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള മനുഷ്യനെ ചൂഷണത്തിന് വിധേയനാവുന്ന അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കുന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം. അത് ലോകത്തിൻ്റെ വെളിച്ചമാണ്. ദുർബലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതാഹ്ലാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആത്മഹർഷങ്ങളിലാണ് പാവപ്പെട്ടവൻ്റെ ജീവിത ആഹ്ലാദം. വലിയ പോരാട്ടങ്ങൾക്കാണ് രാജ്യം സാക്ഷി വഹിക്കാൻ പോകുന്നത്. ഡ്രോണുകളിൽ കണ്ണീർ വാതകം തളിച്ച് സമര പോരാട്ടങ്ങളെ ഇല്ലാതാക്കാനാവില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാവുന്ന ഇക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലോളിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രവുമായ പെരിന്തൽമണ്ണയിൽ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുകയായിരുന്നു. പാലോളിയുടെ ജീവചരിത്ര പുസ്തകം ഒരു പാഠപുസ്തകമാണെന്നും ഇത് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ശ്രമിക്കുമെന്നും പുസ്തകം ഏറ്റുവാങ്ങിയ SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓർമ്മക്കുറിപ്പ് ആ നാടിന്റെ ചരിത്രം പറയാതെ പൂർണ്ണമാകുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആത്മകഥ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ അനുഭവം, ഇതൊന്നും ആ നാടിന്റെ പോരാട്ടങ്ങൾ, ആ നാടിന്റെ മുദ്രാവാക്യങ്ങൾ, ആ നാടിന്റെ വികസനങ്ങളൊന്നും പറയാതെ പൂർണ്ണമാകാത്ത തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ നാടിന്റെ ചരിത്രത്തിൽ എത്രയധികം സംഭാവന തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം ജനിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കതൊരു വലിയ പാഠപുസ്തകമാണ്. പാലോളി സഖാവിന്റെ ഈ അനുഭവം, ഇതൊക്കെ ഈ നാടിന്റെ ചരിത്രമായിട്ട് മാറുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അഭിമാനത്തോടു കൂടി പങ്കുവെക്കാനും ഇത് കണ്ടുപഠിക്കാനും ഞങ്ങൾ ആവേശത്തോടു കൂടി കടന്നു വരുമെന്നും അതിനെ ഏറ്റവും മനോഹരമായിട്ട് പാലോളി സഖാവിനെ പോലെയുള്ള ഏറ്റവും നന്നായി രാഷ്ട്രീയം പറയുന്ന നേതൃത്വത്തെ നന്നായി പകർത്തിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് മാത്രമുള്ള ഉറപ്പ് മാത്രമേ എനിക്ക് ഈ വേദിയിൽ തരാൻ വേണ്ടി പറ്റുള്ളൂ. CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP മോഹനൻ പുസ്തകം പരിചയപ്പെടുത്തി.
പുസ്തകരചയിതാവ് ഡോക്ടർ PS ശ്രീകല, സംഘാടക സമിതി ചെയർമാൻ PP വാസുദേവൻ, കൺവീനർ E രാജേഷ്, P ശ്രീരാമകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് C സേതുമാധവൻ, TK ഹംസ, V ശശികുമാർ, C ദിവാകരൻ, V രമേശൻ, K ബദറുന്നിസ, ഡോക്ടർ M മുഹമ്മദ്, P ഷാജി, അബ്ദുള്ള നവാസ്, C കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാലോളിയെ സമൂഹം കൂടുതൽ അറിയണമെന്ന ആഗ്രഹമാണ് പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചതെന്ന് പുസ്തകരചയിതാവ് ഡോക്ടർ PS ശ്രീകല പറഞ്ഞു. കൂടുതൽ അറിയണം എന്ന എൻ്റെ വ്യക്തിപരമായ ആഗ്രഹത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കം. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം പോലും ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ആ ഘട്ടത്തിൽ മന്ത്രി എന്ന നിലയിൽ വ്യത്യസ്തനായി നിന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയി മനസ്സിൽ പതിഞ്ഞ ഒരു നേതാവ്. അദ്ദേഹത്തെ അറിയണമെന്ന് ആഗ്രഹം തോന്നി, കാണണമെന്ന് ആഗ്രഹം തോന്നി, സംസാരിക്കണമെന്ന് ആഗ്രഹം തോന്നി. പക്ഷെ അതെല്ലാം ദീർഘകാലത്തിന് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അതൊക്കെ യാഥാർത്ഥ്യമായത്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ രംഗത്ത് ത്യാഗമനുഭവിച്ച, കഷ്ടപ്പാടനുഭവിച്ച എത്രയോ ആളുകൾ താഴെ തട്ടില്ല. പക്ഷേ അത് മുഴുവനും നമ്മൾ പ്രവർത്തകന്മാർ, നമ്മളുടെ ഇടയിലുള്ള പ്രവർത്തകന്മാർ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവരാ ഗവൺമെൻറ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിന് ചെറുക്കുന്നതിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് പോരാടിയിട്ടുള്ള വീരന്മാരാണ്. അവരുടെ ത്യാഗത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അത്രത്തോളം ത്യാഗം സഹിച്ചവരല്ല എന്ന് ബോധ്യപ്പെടും. അവരുടെ അവസ്ഥ അതായത് അങ്ങനെയുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ ആ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ത്യാഗമാണ് ഈ പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ട് നമ്മൾ നിർത്താറായിട്ടില്ല. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെക്കാളും അതിശക്തമായ ഒരു പോരാട്ടം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ട് വരേണ്ടത് അത്യാവശ്യമായ ഘട്ടമാണ് ഇന്ന്. അട്ടപ്പാടിയിൽ വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. വനം വകുപ്പ് RRT സംഘത്തിന്റെ ഇടപെടൽ മൂലം 6 പേരുടെ ജീവൻ രക്ഷിക്കാനായി. വണ്ടി കത്തിയെടുക്ക, ആ കയറ് വെട്ടിക്ക്, അത് കയറ് വെട്ടിക്കോ, ഉണ്ണി കയർ കെട്ടി വലിക്ക്, നിക്ക് 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 നിക്ക്. താവളം മുള്ളി റോഡിൽ വേലമ്പടിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ആലത്തൂരിൽ നിന്ന് വൈക്കോൽ കയറ്റി വന്നതായിരുന്നു ടിപ്പർ ലോറി. ലോറി ഉടമയും ജീവനക്കാരും ഉൾപ്പെടെ 6 പേരാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ബൊമ്മിയാമ്പടിയിൽ കാട്ടാനിറങ്ങിയെന്ന വിവരത്തെ തുടർന്ന് അങ്ങോട്ട് പോകുകയായിരുന്നു RRT സംഘം. തങ്ങളുടെ മുൻപിൽ പോകുന്ന ലോറിയിൽ തീ പടരുന്നത് കണ്ട് വാഹനം തടഞ്ഞു നിർത്തിയ ശേഷം ലോറിയിലുള്ളവരെ പുറത്തെത്തിച്ചു. തുടർന്ന് വൈക്കോൽ കെട്ടിയ കയർ അറുത്തുമാറ്റി ലോറിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിനിടെ RRT അംഗങ്ങൾക്ക് ചെറിയ തോതിൽ പൊള്ളലേറ്റു. RRT അംഗങ്ങളായ M ഉണ്ണികൃഷ്ണൻ, S സതീഷ്, K മണികണ്ഠൻ, N പഴനിസ്വാമി, സ്വാമിനാഥൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഷൊർണൂർ നഗരസഭയുടെ വികസന കാര്യത്തിൽ VK ശ്രീകണ്ഠൻ MP ഒരു തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. BJP പാലക്കാട് മണ്ഡലം ഉപയാത്രയുടെ ഷൊർണൂർ മണ്ഡലം പര്യടനം സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. ഉപയാത്ര, ഷൊർണൂർ മണ്ഡലത്തിലെ ഉപയാത്ര നമുക്കെല്ലാം പ്രിയങ്കരനായ പാലക്കാടിന്റെ വികസന നായകൻ, പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വികസന നായകനും അമരക്കാരനുമായ 2004 മുതൽ 2014 വരെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. ഇക്കാലയളവിനുള്ളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും കേരളം ഭരിച്ചു.
എന്നിട്ടും എന്താണ് ഷൊർണൂർ നഗരസഭയ്ക്കും ഷൊർണൂരിനാകെയും ലഭിച്ചത് എന്ന് വിശദമാക്കണമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഞാൻ ഷൊർണൂരുകാരനായിട്ടുള്ള ശ്രീ വി കെ ശ്രീകണ്ഠൻ MP-യോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. 2004 മുതൽ 2014 വരെ നിങ്ങളുടെ UPA സർക്കാർ ഈ രാജ്യം ഭരിച്ചു. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ആ കാലഘട്ടത്തില് ഷൊർണൂർ നഗരസഭ കൗൺസിലറായിരുന്ന നിങ്ങൾ ആ കാലഘട്ടത്തിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് UPA സർക്കാർ അനുവദിച്ച ഫണ്ടും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച ഫണ്ടിനെ സംബന്ധിച്ച് ഒരു തുറന്ന സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. മോദി സർക്കാർ ഷൊർണൂരിനെ പരിഗണിച്ചു, കേരളത്തിലെ എല്ലാ നഗരസഭകളെയും പരിഗണിച്ചു, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും പരിഗണിച്ചു, കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും പരിഗണിച്ച സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രഘുനാഥ് യാത്രയുടെ ഷൊർണൂർ മണ്ഡലം തല സമാപനം കുളപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. അഴിമതിയും ധൂർത്തുമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കേരളം ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. തൊഴിലില്ല, ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നില്ല, കൃഷിയില്ല, വ്യവസായമില്ല, വ്യാപാരമില്ല. നമ്മുടെ യുവതലമുറ ജോലി തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി? BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ മുന്നോടിയായാണ് പാലക്കാട് മണ്ഡലം ഉപയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചെയർപേഴ്സൺ K. ജാനകി ദേവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ വാർഡുകളിലെ 14 ഭിന്നശേഷിക്കാർക്കാണ് സഹായകരമാകുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. വീൽചെയർ, CP വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയ വിവിധ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ നഗരസഭയുടെ പദ്ധതിയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഗവൺമെൻറ്റും ഏകം പറയുന്നത് ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്ത് നിർത്തണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കണമെന്നും. ഭിന്നശേഷിക്കാരായ ആളുകൾ വീടുകളിലുള്ളപ്പോൾ അവരുടെ വീട്ടുകാരെ പോലും പ്രയാസമില്ല, അവരെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷി നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷനായ K. അബ്ദുൽ നാസർ, T. ലത, വാർഡ് കൗൺസിലർമാരായ T. സബിത, P. T. രാധ, ശോഭന, സെക്രട്ടറി AS. പ്രദീപ്, ICDS സൂപ്പർവൈസർ അനിത ടോണി തുടങ്ങിയവരും പങ്കെടുത്തു. ഇനി ചിനക്കത്തൂർ പൂരം വിശേഷങ്ങൾ. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം ദേശം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 7 ദിവസത്തെ കലാപരിപാടികൾക്ക് ഞായറാഴ്ച തുടക്കമാകും. പൂരത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഒറ്റപ്പാലം ദേശം. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ചാണ് ഒറ്റപ്പാലം ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NSS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കേരളത്തിലെ പ്രഗത്ഭ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾക്ക് 18-ന് തുടക്കമാകുന്നത്. പൂരം ദിവസം വരെയുള്ള 7 ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികൾ വൈകിട്ട് 6 മുതൽ 10 വരെയാണ് നടക്കുന്നത്. ഗാനമേള, ബാലെ, നാടൻപാട്ട്, മ്യൂസിക് ഫ്യൂഷൻ, സ്റ്റേജ് ഷോ, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ പരിപാടികളും 7 ദിവസങ്ങളിലായി അരങ്ങേറും. പൂരം ദിവസം രാവിലെ 9 മണിക്ക് 44 വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യമുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് പത്മശ്രീ പെരുവനംകുട്ടന്മാരാരുടെ പ്രമാണത്തിൽ 50-ലധികം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ടിമേളം നടക്കും. മംഗലാംകുന്ന് അയ്യപ്പൻ, മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ, മംഗലാംകുന്ന് മുകുന്ദൻ, മരുതൂർക്കുളങ്ങര മഹാദേവൻ തുടങ്ങിയ 5 ഗജവീരന്മാർ ദേശത്തിനു വേണ്ടി എഴുന്നള്ളും. പൂരദിവസം അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. പൂരാഘോഷത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണെന്ന് കമ്മിറ്റി സെക്രട്ടറി K. ശിവദാസ് പറഞ്ഞു. പൂരത്തിൻ്റെ വാദ്യകലാരംഗത്ത് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വിവിധ പഞ്ചവാദ്യവും താഴിമക അതുപോലെ പാണ്ഡിമേളം എന്നിവ ആ രംഗങ്ങളിലൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് പത്മശ്രീ അവാർഡ് അർഹനായിട്ടുള്ള
കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിൽ വെച്ച് കൃത്യം 12 മണിക്ക് കൂടുതൽ വലിയ അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ സുഗതൂർ മോഹനൻ, സുനിൽ, വിനിപ്പുറം ബാബു തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ ഉള്ള വലിയ പാണ്ഡിമേളം നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 12 അരങ്ങേറാൻ പോവുകയാണ്. രാവിലെ പഞ്ചവാദ്യം, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വാദ്യകലാരംഗത്ത് നിലനിൽക്കുന്ന പുലിശ്ശേരി ചന്ദ്രേട്ടനും അതുപോലെ പറക്കാട് തങ്കപ്പൻ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം രാവിലെ ഉണ്ടാവുന്നതാണ്. പൂരത്തിൻ്റെ തലേ ദിവസം ഡബിൾ തായ്മക നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേജിൽ പന്തൽ വെച്ചുണ്ടാവും. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധി ആർജിച്ചത് ആയിട്ടുള്ള മംഗലാമൻ അയ്യപ്പൻ എന്ന ആനയാണ് കടമ്പെഴുന്നത്. അതിൻ്റെ പത്താനകളായിക്കൊണ്ട് ശരണയ്യപ്പനും ഉമാമഹേശ്വരൻ, മുകുന്ദൻ തുടങ്ങിയ ആനകളൊക്കെ 5 ആനകൾ പ്രധാനം ദേശത്തിന് വേണ്ടി ഈ പൂരത്തിൽ പങ്കെടുക്കുന്നതിൽ അയ്യപ്പൻ ആനയാണ് കടമ്പെഴുന്നത്. അതുപോലെ 18-ാം തീയതി മുതൽ കേരളത്തിൽ തന്നെ വലിയ പ്രശസ്തിയായിട്ടുള്ള കലാരംഗത്ത് നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ അരങ്ങേറ്റം കൊടുക്കുകയാണ്. അതിന് അതിൻ്റെ ഉദ്ഘാടനം എന്നുള്ള നിലയിലേക്ക് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യായ MR മുരളി അവർ ക്ഷണിച്ചിട്ടുണ്ട്. മറ്റൊരു പൂരവാർത്ത. തട്ടകത്തിന് നിറക്കാഴ്ചയൊരുക്കി കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് ഭരണി മഹോത്സവം ആഘോഷിച്ചു. വൈകുന്നേരം തിറ, പൂതൻ എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പും ഉത്സവത്തിന് മാറ്റേക്കി. പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ അരിയേറിനും 100 കണക്കിന് ഭക്തരെത്തി. ഇവിടുത്തെ വെളിച്ചപ്പാടിൻ്റെ അരിയേർ പ്രസിദ്ധമാണ്. ഭക്തജനങ്ങൾ ദയവേത് പ്രദക്ഷിണ വരിയിൽ നിന്ന് മാറി നിൽക്കണം. ഇടംകൂട്ട് 11 ഇറക്കിങ്കൽ വേല, ഇടംകൂട്ട് 1 ഇറക്കിങ്കൽ വേല, ഇടംകൂട്ട് 2 ചോലവർഷി വേല. 100ഓളം തിറകൾ ഒരുമിച്ച് നടത്തുന്ന കാവേറ്റം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിനുശേഷം കുതിര, കാള എന്നിവയും വടക്ക്, തെക്ക്, പടിഞ്ഞാറൻ വേലകളിലെ 17 ഗജവീരന്മാരും ക്ഷേത്രമുറ്റത്തെത്തി. പേരുകേട്ട ഗജവീരന്മാരും പ്രശസ്തരായ വാദ്യകലാകാരന്മാരും ഉത്സവത്തിന് മാറ്റുകൂട്ടി. 3 വേലകളും ക്ഷേത്രം വലം വെച്ച് പുറത്തിറങ്ങിയതിനു ശേഷം വർണ്ണാഭമായ വെടിക്കെട്ടുമുണ്ടായി. എല്ലാവരും അവിടെ തന്നെ നിന്നാൽ മതി. ആരും തിരക്കൂട്ടി മുമ്പിലേക്ക് നീങ്ങരുത്. എല്ലാ ഭാഗത്തും എത്തി അരിയേറുന്നതായി വെളിച്ചപ്പാട് എല്ലാ ഭാഗത്തും എത്തും. അത് നിൽക്കുന്ന സ്ഥലത്ത് യഥാസ്ഥാനത്ത് എല്ലാവരും എത്തും. അപ്പോൾ എല്ലാവരെയും കൂടി നിൽക്കുന്നോ ദേവൻ ചെയ്താർന്നമാണ് ആളുകൾക്ക് മണ്ഡലത്തേക്ക് കടന്നുകൊണ്ടെന്ന് വഴിവെക്കുന്നു. അവിടെ കൂട്ടം കൂടി നിൽക്കുന്നതാണ്. ലക്കിടി മുളഞ്ഞൂരിൽ ഭരണിവേല ആഘോഷിച്ചു. വിവിധ ദേശ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുമുണ്ടായി. ലക്കിടി മുളഞ്ഞൂർ ഭരണിവേലയാണ് വിപുലമായി ആഘോഷിച്ചത്. ഉഷപൂജ, ഓട്ടൻതുള്ളൽ, ഉച്ചതിരിഞ്ഞ് സംഗീത കച്ചേരി, വിവിധ ദേശവേല കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവ ഉണ്ടായി. വേലയുടെ പ്രധാന ചടങ്ങായ നേർച്ചക്കൂറ വരവ് വ്യാഴാഴ്ച പുലർച്ചെ ആരംഭിച്ച് രാത്രി വരെ തുടർന്നു. വേലയുടെ ഭാഗമായി അഴകൊത്ത ശിവക്ഷേത്രത്തിൽ ഉഷപൂജ, കേളി, പാണ്ടിമേളം എന്നിവയുണ്ടായി. രാത്രി നിയമാനുസൃതമായ വെടിക്കെട്ടും ഗാനമേളയും നടന്നു.
ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. പട്ടിക്കാട് മുള്ളിയാകുരിശി PTM AUP സ്കൂളിൽ പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തി. പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ വിദ്യാലയങ്ങളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പട്ടിക്കാട് മുള്ളിയാകുരിശി PTM AUP സ്കൂളിൽ നേത്ര പരിശോധന ക്യാമ്പ് നടന്നത്. പ്രധാന അധ്യാപകൻ CT അസ്ലം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി HM A ജമാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ VA മൻസൂർ അലി, ഉമ്മു റൈഹാന, KM ഫഹീദ, AP ഷീലു, CK ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ 800ഓളം വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ കാഴ്ചശക്തി പരിശോധിക്കുകയാണ്. അതിൽ പ്രയാസങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും തുടർ ചികിത്സക്ക് സഹായകമാകുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച പ്രശ്നങ്ങൾ ഇന്ന് കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് മൊബൈലിൻ്റെയൊക്കെ അഡിക്റ്റായിട്ട് കുട്ടികൾ മാറിയതോടുകൂടി കുട്ടികളിൽ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ, കാഴ്ച കുറവ് ഇത് വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇത് കണ്ടെത്താനും തുടർ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനൊക്കെ തീർച്ചയായിട്ടും ഇത് സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അൽസലാമ ഹോസ്പിറ്റൽ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം വലിയ മാതൃകാപരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്റ്റോമെട്രിസ്റ്റ് KP സഫാനയുടെ നേതൃത്വത്തിൽ അൽസലാമയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പരിശോധിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അൽസലാമ കണ്ണാശുപത്രിയിൽ നേത്രപരിശോധനയ്ക്ക് ഫീസ് ഇളവ് നൽകും. അമിതനേരം മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ടും മറ്റും വിദ്യാർത്ഥികളിൽ നേത്രവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. ഇതിനാൽ കൂടുതൽ വിദ്യാലയങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ് അൽസലാമ കണ്ണാശുപത്രി. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ നടത്തിവരുന്ന നേത്ര പരിശോധന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുള്ളിയാകുരിശി സ്കൂളിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കുട്ടികളിൽ അധികരിച്ചു വരുന്ന നേത്ര രോഗങ്ങൾ കണ്ടുപിടിക്കാനും അതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് സ്കൂളുകളെ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇതിനകം 12,000 ക്യാമ്പുകളും 4,000 തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളും സംഘടിപ്പിച്ചു കഴിഞ്ഞു. കല്ലടിക്കോട് ശ്രീ സത്രംകാവിലമ്മ ഭക്തിഗാന വീഡിയോ ആൽബം പ്രകാശനം ചെയ്തു. ക്ഷേത്രത്തിൽ നടപ്പാക്കിയ വിവിധ പ്രവർത്തനങ്ങളുടെ സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിന്റെ ഉച്ചാറൽ വേല മഹോത്സവം പ്രമാണിച്ച് ശങ്കരൻകുട്ടി പുലാപ്പറ്റ രചിച്ച് പ്രദീപ് ചേറായ ആലാപനം നടത്തി വിഷ്ണു വെട്ടംപറമ്പത്ത് സംവിധാനം ചെയ്ത ഭക്തിഗാന വീഡിയോ ആൽബമാണ് ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. കുതിരവട്ടം സ്വരൂപം അശോകൻ തമ്പാൻ ക്ഷേത്രം മേൽശാന്തി ഭാസ്കരൻ നായർക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. രാജു രുക്മിണി കർണാടകയാണ് ആൽബത്തിന്റെ നിർമ്മാണം. ക്യാമറ സുജിത്ത് പുലാപ്പറ്റ, വിനീത് ഭാസ്കർ, ക്ഷേത്രം പ്രസിഡന്റ് രാജേഷ്, സെക്രട്ടറി ചന്ദ്രൻ ചന്ദ്രാലയം, ഖജാൻജി രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് VK ശശീന്ദ്രൻ മാഷ് സംഭാവന ചെയ്ത ഓടുവിളക്ക് സമർപ്പണവും ക്ഷേത്ര മൈതാന സമർപ്പണത്തിനോടനുബന്ധിച്ച് മേൽശാന്തി കുളങ്കര ഭാസ്കരൻ നായർ, കുളങ്കര ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഭൂമിപൂജ, നാമജപഘോഷയാത്ര, ഫലകം അനാച്ഛാദനം എന്നിവ ഉണ്ടായി. ഗണപതി ക്ഷേത്രം പിച്ചള പൊതിഞ്ഞത് ആര്യൻ ബാംഗ്ലൂർ, പന്തൽ സമർപ്പിച്ചത് രാധ ബാംഗ്ലൂർ, ഭൈരവ കണ്ഠകർണ പ്രതിഷ്ഠകളിൽ മേൽക്കൂര ഷീറ്റ് മേഞ്ഞത് സതീഷ് മേലേമഠം എന്നിവരാണ്. ഗജാനനം സത്പുരുഷം ഭജേ വിനായകം സദാ ഭജേ വിനായകം സദാ ഭജേ വിനായകം സദാ. ഷൊർണൂർ കാരക്കാട് ALP സ്കൂളിൽ പ്രസിദ്ധ തുള്ളൽ കലാകാരിയും അധ്യാപികയുമായ ഷർമിള PS തുള്ളൽ അവതരണവും ഐതിഹ്യവും കുട്ടികൾക്ക് പകർന്ന് നൽകി. SSG അംഗം CP ബാലകൃഷ്ണൻ കലാമണ്ഡലം ഷർമിളയെ ആദരിച്ചു. പ്രധാനാധ്യാപകൻ വൈശാഖ് VA, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ V പ്രസീത, അധ്യാപകരായ നിള M, ശ്രുതി R, ദേവി MK, ദേവകി, ശാലിനി, PK രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു.
കനിയും തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ച് ചുവളുത്തൊരു ചോറും കറികളുമാശു വിളമ്പി നിരന്നു കുറിയരി ചുവളുത്തൊരു ചോറും കറികളുമാശു വിളമ്പി നിരന്നു നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടമൊരു 200 നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടമൊരു 10. കേരള ടൂറിസം കൗൺസിലിന്റെ ആഹാർ റെസ്റ്റോറന്റ് മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ നാട്ടുചന്തയിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടെയാണ് മണ്ണാർക്കാട് റെസ്റ്റോറന്റ് ഒരുക്കിയിട്ടുള്ളത്. ഹോട്ടലിനു പുറമെ ആഹാർ കഫേയും പ്രവർത്തനം തുടങ്ങി. വിദേശ സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഇടമായി കേരളം മാറിയെന്ന് ഓൺലൈനായി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം സർവകാല റെക്കോർഡ് കൈവരിച്ചു. ആതിഥേയ രംഗത്ത് KTDCക്ക് നിർണായക സ്വാധീനമാണ് ഉള്ളത്. ഈ രംഗത്ത് കൂടുതൽ പദ്ധതികൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളത് ആഹാർ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ സജ്ജമായിരിക്കുകയാണ്. മണ്ണാർക്കാട് റൂറൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥലത്ത് മനോഹരമായ റെസ്റ്റോറൻറ്റും കഫേയും സജ്ജമാക്കാൻ KTDCക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ ഇത് മുന്നോട്ട് പോകും എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യമാണ് മണ്ണാർക്കാട്ടിനുള്ളത്. പൂരം വിജയിപ്പിക്കുന്നതിനായി നാട് ഒന്നിച്ച് കൈകോർക്കുകയാണ്. അതിൽ KTDCയും ടൂറിസം വകുപ്പും പങ്കാളികളാവുകയാണ്. മണ്ണാർക്കാടിന്റെ പൂരത്തിന് KTDCയുടെ സമ്മാനമാണ് ആഹാർ റെസ്റ്റോറൻറ്റ്. കേരള ടൂറിസം ഇന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ച് മുന്നോട്ട് പോവുകയാണ്. കോവിഡിന് ശേഷം ലോകത്ത് പ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസ് ഒരു പഠനം നടത്തി. കണ്ടിരിക്കേണ്ട 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ സർക്കാരുകളുടെ ഇടപെടലിന്റെ ഭാഗമായി ഉയർന്നു വന്ന 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആ പഠനത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ ഒരു പ്രദേശം മാത്രമാണ് ആ 52 കേന്ദ്രങ്ങളിൽ ഇടം കണ്ടെത്തിയത്. ലോകപ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസ് തെരഞ്ഞെടുത്ത 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ ഇടം കണ്ടെത്തിയ പ്രദേശം നമ്മുടെ കേരളമാണ് എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം. KTDC അധ്യക്ഷൻ PK ശശി അധ്യക്ഷത വഹിച്ചു. റെസ്റ്റോറന്റ് കെട്ടിടം നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ആഹാർ കഫേ തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് A ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. KTDC മാനേജിംഗ് ഡയറക്ടർ ഷീഗ സുരേന്ദ്രൻ, ടൂറിസം സെക്രട്ടറി K ബിജു, അസിസ്റ്റന്റ് കളക്ടർ OV ആൽഫ്രഡ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ O നാരായണൻകുട്ടി, ജസീന അക്കര, രാജൻ ആമ്പാടത്ത്, സജ്ന സത്താർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KS ഷാജി, DYSP TS സിനോജ്, കൗൺസിലർ അരുൺകുമാർ പാലകുർശി, റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് PP റഷീദ് ബാബു, റൂറൽ ബാങ്ക് സെക്രട്ടറി M പുരുഷോത്തമൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M വിനോദ്, KC അബ്ദുറഹ്മാൻ, P മനോജ്, ജോസ് ജോസഫ്, സംഘടനാ പ്രതിനിധികളായ ബാസിത്ത് മുസ്ലിം, KTDC റീജിയണൽ മാനേജർ സുജിൽ മാത്യു എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പളശ്ശേരിയിൽ ഉൾപ്പെടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ചെലവിന്റെ പേരിൽ ആർക്കും ചികിത്സ കിട്ടാതെ പോകാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി. ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി പട്ടാമ്പി നഗരസഭ പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. 86.46 കോടിയുടെ ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. പുതിയ KSRTC ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നതിന് 3 കോടി ബജറ്റിൽ വകയിരുത്തി. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. കുടിവെള്ളമില്ല. മങ്കട ചേരിയമ്മല ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വെള്ളമെത്തിക്കുന്നത് 1/2 കിലോമീറ്ററോളം മലഞ്ചെരിവ് താണ്ടി തലച്ചുമടായി. കോളനിയിൽ 2 കുഴൽക്കിണറുണ്ടായിട്ടും വേനലിൽ വെള്ളമില്ല. തെങ്കര പുഞ്ചക്കോടും കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി ഒറ്റപ്പാലത്തും വിതരണം ചെയ്തു. 10 കിലോ തൂക്കം വരുന്ന 1000 ചാക്ക് അരിയാണ് ഒറ്റപ്പാലത്ത് എത്തിച്ചത്. അരി വിതരണത്തെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കണമെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.
നമസ്കാരം.